ഗാലക്സി പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 10ാം ക്ലാസ് കേരള പാഠാവലിയിലെ റെസിഡന്റ് എഡിറ്റർ എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. VKN എഴുതിയ ഒരു കഥയാണ് റെസിഡന്റ് എഡിറ്റർ എന്നുള്ളത്. പത്രമാധ്യമ രംഗത്തെ സാധാരണമായ ഒരു സംഭവം രസകരമായി അവതരിപ്പിച്ച കഥയാണ് റെസിഡന്റ് എഡിറ്റർ. VKNന്റെ ആക്ഷേപഹാസ്യ പ്രയോഗ ചാതുരി പ്രകടമാക്കുന്ന കഥയാണിത്. വെങ്കിടേശ്വര അയ്യങ്കാർ എന്ന പത്ര റിപ്പോർട്ടറാണ് ഇതിലെ മുഖ്യ കഥാപാത്രം. പാഠഭാഗത്തിലേക്ക് കടക്കാം. പുണ്യതീർത്ഥ സ്വാമികളുടെ പത്രത്തിലെ ഒരിടത്തരം റിപ്പോർട്ടർ ആയിരുന്നു വെങ്കിടേശ്വര അയ്യങ്കാർ. നഗരത്തിലെ മജിസ്ട്രേറ്റ് കോടതികൾ ചുറ്റി കുറ്റവും ശിക്ഷയും കണ്ടെത്തുക, സന്ധ്യയ്ക്കു മാമ്പലത്തു കയ്യാങ്കളി ശാസ്ത്രികൾ നടത്തുന്ന രാമരാവണ യുദ്ധം എന്ന പ്രഭാഷണ പരമ്പരയെക്കുറിച്ച് നിത്യവും പത്രത്തിൽ അരക്കോളം എഴുതുക എന്നീ മെയ്യനങ്ങാ വേലകളായിരുന്നു അയ്യങ്കാരുടെ സാഹിത്യ പ്രവർത്തന പരിധിക്കകം. അപ്പോ പുണ്യതീർത്ഥ സ്വാമികളുടെ പത്രത്തിലെ ഒരിടത്തര റിപ്പോർട്ടറാണ് വെങ്കിടേശ്വര അയ്യങ്കാർ. അയ്യങ്കാരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്ന് പറയുന്നത് നഗരത്തിലെ മജിസ്ട്രേറ്റ് കോടതികൾ ചുറ്റി കുറ്റവും ശിക്ഷയും കണ്ടെത്തി റിപ്പോർട്ട് തയ്യാറാക്കുക, അതേപോലെ തന്നെ വൈകിട്ട് അതായത് സന്ധ്യയ്ക്ക് കയ്യാങ്കളി ശാസ്ത്രികൾ നടത്തുന്ന രാമരാവണ യുദ്ധം എന്ന പ്രഭാഷണ പരമ്പരയെക്കുറിച്ച് ദിവസവും പത്രത്തിൽ അരക്കോളം റിപ്പോർട്ട് എഴുതുക എന്നീ 2 ജോലികളാണ് വെങ്കിടേശ്വര അയ്യങ്കാറെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇവിടെ മെയ്യനങ്ങാ വേലകൾ എന്ന് പറയുന്നത് ശാരീരികമായി വലിയ അധ്വാനമൊന്നും ആവശ്യമില്ലാത്ത ജോലി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ശാരീരികമായി വലിയ അധ്വാനമൊന്നും ആവശ്യമില്ലാത്ത ജോലിയാണ് വെങ്കിടേശ്വര അയ്യങ്കാരെ ഏൽപ്പിച്ചിട്ടുള്ളത്. എത്രയോ വർഷം വ്യാഴവട്ട സ്മരണകൾ എഴുതിയിട്ടും താൻ ചീഫ് റിപ്പോർട്ടർ ആവുന്നില്ലെന്ന് കണ്ടപ്പോൾ വെങ്കിടേശനും കുണ്ഠിതമായി. സഹിക്കവയ്യാതായത് പുറകെ വന്നവർ തന്റെ തലയ്ക്ക് മുകളിലൂടെ പോയി റിപ്പോർട്ടേഴ്സ് ഇൻ ചീഫ് ആയി അരിയിട്ട് വാഴ്ത്തപ്പെട്ടപ്പോഴാണ്. അപ്പോ എത്രയോ വർഷമായി, അതായത് ഒരു വ്യാഴവട്ട സ്മരണകൾ, വ്യാഴവട്ടം എന്ന് പറയുന്നത് 12 വർഷക്കാലത്തെയാണ് ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ 12 വർഷക്കാലം, അതായത് എത്രയോ വർഷം വ്യാഴവട്ട സ്മരണകൾ എഴുതിയിട്ടും താൻ ചീഫ് റിപ്പോർട്ടർ ആകുന്നില്ലെന്ന് കണ്ടപ്പോൾ വെങ്കിടേശന് കുണ്ഠിതമായി. കുണ്ഠിതം എന്ന് വെച്ചാൽ ദുഃഖം. എത്രയോ കാലമായി പത്രത്തിൽ ജോലി നോക്കുന്നു, എന്നിട്ടും തനിക്ക് ചീഫ് റിപ്പോർട്ടർ ആയിട്ടില്ല, ചീഫ് റിപ്പോർട്ടർ ആയിട്ട് കയറ്റം കിട്ടിയിട്ടില്ല, പ്രൊമോഷൻ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ഓർത്തപ്പോൾ വെങ്കിടേശന് ദുഃഖമായി. സഹിക്കവയ്യാതായ കാര്യം എന്ന് പറയുന്നത് തനിക്ക് പിന്നാലെ വന്നവർ, അതായത് തനിക്ക് പിന്നാലെ വന്നവരെല്ലാം തന്നെ റിപ്പോർട്ടേഴ്സ് ഇൻ ചീഫായിട്ട് അരിയിട്ട് വാഴ്ത്തപ്പെട്ടു. അരിയിട്ട് വാഴ്ത്തപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നേക്കാൾ യോഗ്യത കുറഞ്ഞവരോ ജൂനിയർ ആയവരോ ആയ ആളുകൾക്ക് തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന ചീഫ് റിപ്പോർട്ടർ പദവി ലഭിച്ചതില്ല അമർഷമാണ് ഇവിടെ അരിയിട്ട് വാഴ്ത്തപ്പെടുക എന്നുള്ളത് കൊണ്ട് VKN സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ തനിക്ക് താഴെ വന്ന ജൂനിയർമാർ അതേപോലെ തന്നെ തന്നേക്കാൾ യോഗ്യത കുറഞ്ഞവരെല്ലാം ഇപ്പോൾ എന്താണ് ചീഫ് റിപ്പോർട്ടർമാരായിട്ട് പദവി ലഭിച്ചിരിക്കുന്നു, എന്നിട്ടും തനിക്ക് ഇതുവരെ ഒരു കയറ്റം കിട്ടിയിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹത്തിന് ദുഃഖം തോന്നിയത്. അങ്ങനെ വെങ്കിടേശൻ മനം നൊന്തിരിക്കുമ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായി. വെങ്കിടേശന്റെ ഭാഗ്യത്തിന് അധികം താമസിയാതെ ശാസ്ത്രിജി നഗരത്തിൽ വന്നു. അതൊരു അവസരമായിരുന്നു. എ ഗ്രേറ്റ് ഒക്കേഷൻ. ഇന്ത്യ പ്രധാനമന്ത്രിയെ ലാൽ ബഹദൂർ ശാസ്ത്രികൾ എന്ന് വിശേഷിപ്പിച്ച് അയ്യങ്കാർ അദ്ദേഹത്തിന്റെ പരിപാടികൾ കവർ ചെയ്തു. പത്രസ്വാമിക്ക് ബഹു സന്തോഷമായി. മുൻകൂറായി ഒരു ഇൻക്രിമെന്റ് കൊടുത്ത് അദ്ദേഹം വെങ്കിടേശനെ പ്രോത്സാഹിപ്പിച്ചു. 6 മാസത്തേക്ക് അയ്യങ്കാർ സന്തോഷവാനായി കാണപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ കുണ്ഠിതം തിരികെ വന്നു. അവസാനം ഒരു തീരുമാനത്തിലെത്തി. പത്രസ്വാമിയെ രാവിലെ വീട്ടിൽ ചെന്ന് കാണുക, പറയുക അടിയന്തരമാ ചീഫ് റിപ്പോർട്ടറായി പ്രൊമോഷൻ വേണം, ഇല്ലെന്നാൽ രാജിവെക്കുന്നു, മന്നിക്കണം. അപ്പോ കുറെ കാലം പിന്നെയും കാത്തിരുന്നു. തനിക്ക് ജോലിയിൽ പ്രൊമോഷൻ കിട്ടുമെന്ന് ഓർത്തിട്ട് കിട്ടാതായപ്പോൾ വീണ്ടും ദുഃഖം വന്നു. അപ്പോ ഇനി അടുത്ത മാർഗം എന്ന് പറയുന്നത് പത്രസ്വാമിയെ വീട്ടിൽ ചെന്ന് കാണുക എന്നുള്ളതാണ്. വീട്ടിൽ ചെന്ന് പത്രസ്വാമിയെ കണ്ട് അടിയന്തരമായി, അതായത് എത്രയും പെട്ടെന്ന് തന്നെ ചീഫ് റിപ്പോർട്ടറായി എനിക്ക് പ്രൊമോഷൻ വേണം, ഇല്ലെങ്കിൽ ഞാൻ രാജിവെക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം അറിയിക്കണം. ഇവിടെ മന്നിക്കണം എന്ന് വെച്ചാൽ ക്ഷമിക്കണം എന്ന അർത്ഥം കേട്ടോ. അപ്പോ ക്ഷമയോടുകൂടി തന്നെ ഈ ഒരു കാര്യം അവതരിപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത്. പിറ്റേന്നു കാലത്ത് തിരുപ്പതി തമ്പുരാന്റെ വിഗ്രഹത്തെ പൂജിച്ച് വെങ്കിടേശൻ
പത്രസ്വാമിയുടെ വസതിയിൽ ചെന്നു. ആ സ്വാമി മുകളിലാണെന്നു ഭൃത്യൻ വാൾദുരൈ സ്വാമി പറഞ്ഞു. കോണി കയറാൻ വെങ്കടേശൻ തളത്തിൽ കടന്നപ്പോഴാണ് കൂറ്റൻ അൾസേഷ്യൻ പട്ടി കോണിയുടെ പിന്നിൽ നിന്ന് നിരായുധന്റെ നേർക്ക് കുരച്ചു ചാടുന്നത്. നിമിഷാർദ്ധം ശങ്കിക്കാതെ വെങ്കടേശൻ ഉടുത്ത മുണ്ടഴിച്ച് ശിങ്കത്തിന്റെ മുഖത്തെറിഞ്ഞു കോണി കയറി. കൗപീനവും ഷഡ്കോട്ടും തലപ്പാവും ധരിച്ചു തന്റെ മുന്നിൽ നിൽക്കുന്ന വെങ്കടേശനെ നോക്കി താഴെ പട്ടിയുടെ ഉഗ്രമായ കുര ശ്രദ്ധിച്ചു പത്രസ്വാമി ഒരു നിമിഷം നിന്താന്ന് വെച്ചാൽ നിന്നു. അപ്പോ മുണ്ടില്ലാതെ തനിക്ക് മുന്നിൽ വന്ന് നിൽക്കുന്ന, അതായത് തലപ്പാവ് ധരിച്ച് തനിക്ക് മുന്നിൽ വന്ന് നിൽക്കുന്ന വെങ്കടേശനെ കണ്ടപ്പോൾ പത്രസ്വാമിക്ക് കാര്യം പിടികിട്ടി. ഒരു നിമിഷം നോക്കി നിന്നു. പിന്നീട് രണ്ടുപേരും താഴെ ഇറങ്ങി. വെങ്കടേശന്റെ വസ്ത്രം പട്ടി ഇഞ്ചിഞ്ചായി കടിച്ചു നുറുക്കിയിടുകയാണ്. പട്ടിയെയും മറ്റേ വിശ്വസ്തനെയും മാറി മാറി നോക്കി പത്രസ്വാമി ചോദിച്ചു, ഉനക്ക് എന്നെ വേണം, നിനക്ക് എന്ത് വേണം എന്നാണ് ചോദിച്ചത്. വെങ്കടേശൻ പറഞ്ഞു, ചീഫ് റിപ്പോർട്ടർ ആകണം. പ്രത്യുൽപ്പന്നമതിയും കൊതിയനുമായ ഉനക്ക് അത് റൊമ്പം ചിന്ന പോസ്റ്റ് വേറെന്നെ വേണം. പ്രത്യുൽപ്പന്നമതി എന്ന് വെച്ചാൽ വേണ്ടത് വേണ്ട പോൽ ചെയ്യാൻ ബുദ്ധിയുള്ള ആളെയാണ് പ്രത്യുൽപ്പന്നമതി എന്ന് പറയുന്നത്. ഇവിടെ പത്രസ്വാമി കളിയാക്കുകയാണ്. പ്രത്യുൽപ്പന്നമതിയും കൊതിയനുമായ, കൊതിയെന്ന് പറയുന്നത് ഉയർന്ന സ്ഥാനത്തോടുള്ള അതിമോഹമുള്ള ആളാണ് എന്നുള്ള അർത്ഥത്തില്. നിനക്ക് അത് റൊമ്പം ചിന്ന പോസ്റ്റ്, അത് ചെറിയ പോസ്റ്റ് അല്ലേ, വേറെ എന്താണ് നിനക്ക് വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ കൽപ്പിച്ചാൽ മതി. അപ്പോ പറയാണ്, നിങ്ങൾ തന്നാൽ മതി എന്നാണ് പറയുന്നത്. പത്രസ്വാമി ഉത്തരവായി, இந்த നിമിഷം മുതൽ ശെത്തും പോകും വരേക്കും നീ നമ്മ പത്രത്തോട് റെസിഡന്റ് എഡിറ്റർ, இந்த നിമിഷം മുതൽ, ഈ നിമിഷം മുതൽ ശെത്തും പോകും വരേക്കും, നീ മരിച്ചു പോകുന്നത് വരേക്കും എന്റെ പത്രത്തിന്റെ, നമ്മ പത്രത്തോട്, അതായത് നമ്മുടെ പത്രത്തിന്റെ, എന്റെ പത്രത്തിന്റെ റെസിഡന്റ് എഡിറ്റർ നീയാണ് എന്നാണ് പത്രസ്വാമി പറയുന്നത്. ഒരു ചെറിയ ആഗ്രഹവുമായി ചെന്നയാൾക്ക് അപ്രതീക്ഷിതമായ ഒരു സാഹസികതയുടെ പേരിൽ യോഗ്യതകളെ കുറിച്ച് ചോദ്യങ്ങളില്ലാതെ ഏറ്റവും ഉയർന്ന പദവിയിലെത്താൻ, അതായത് റെസിഡന്റ് എഡിറ്റർ എന്ന പദവി നൽകുന്നതിലെ യുക്തിരാഹിത്യം ആക്ഷേപഹാസ്യമാണ്. ഇപ്പൊ പത്രലോകത്തെയും അധികാര സ്ഥാനങ്ങളെയും പരോക്ഷമായിട്ട് വിമർശിക്കുകയാണ് VKN ഇതിലൂടെ. VKNന്റെ തനതായ നർമ്മവും സാമൂഹ്യ വിമർശനവും ഈ കഥയിലുടനീളം കാണാം. ഈ പാഠഭാഗത്തിന്റെ നോട്ട് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നോട്ടിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെക്കാം. അതോടൊപ്പം തന്നെ 10ാം ക്ലാസ്സിലെ മറ്റു സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളുടെ ലിങ്കും കമന്റിൽ പിൻ ചെയ്ത് വെക്കാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മറ്റു സബ്ജക്റ്റുകളുടെ ക്ലാസ്സും കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.